ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ബർത്ത്ഡേ വ്ളോഗ് ഒരെണ്ണമല്ല കണ്ടുള്ളൂ, അതിൻ്റെ പാർട്ട് 2 ആണ് ഇത്. അപ്പം ഇത് ഞാൻ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം ഒരു ഇൻട്രോയ്ക്ക് വേണ്ടിയിട്ട് ചുമ്മാ ഇട്ടതാണ് കേട്ടോ. അപ്പം ഡെക്കറേഷൻ പണികളെല്ലാം ഞാൻ തന്നെ ആയിരുന്നു കേട്ടോ. ഇതൊക്കെ ചെയ്യാൻ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. പിന്നെ നമ്മുടെ മക്കളുടെ കാര്യത്തിനും കൂടെ ആയതുകൊണ്ട് എനർജി കൂടും. അപ്പം നമ്മൾ ഒരു 5-5:30 ആ സമയമൊക്കെ ആയപ്പോഴത്തേക്ക് ഓരോരുത്തർ വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ചേച്ചി അമ്മ എല്ലാവരും ഉണ്ടായിരുന്നു, സുഖഞ്ഞുമ്മ കൊച്ചനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ ചിക്കൻ കറി വെച്ചിട്ട് വീട്ടിൽ റെഡി ആവാനായിട്ട് പോയതാണ് കേട്ടോ. അപ്പോഴത്തേക്ക് സി ചേച്ചിയും വി ചേച്ചിയൊക്കെയാണ് ആദ്യം വന്നത്. അപ്പോൾ അവരും പിള്ളേരും എല്ലാവരുമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനാണെങ്കിൽ ഡ്രസ്സിൻ്റെ കാര്യം പറയുമായിരുന്നു കേട്ടോ. എൻ്റെ പൊടിവാവയാണെന്നുണ്ടെങ്കിൽ ഞാൻ കുളി കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ തൊട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, പാർവമ്മ ഇട്ടേക്കുന്ന ഡ്രസ്സ് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ട് വേറെ ഡ്രസ്സ് എടുത്തിടാൻ പറഞ്ഞു. അങ്ങനെ എന്നെ കൊണ്ട് ഇടിയിച്ചാണ് ഈ റെഡ് ഡ്രസ്സ്. ഞാൻ വേറെ ഒരു റെഡായിരുന്നു ഇട്ടത്. അപ്പോൾ അവൾക്കത് ഇഷ്ടപ്പെടാത്തതുകൊണ്ടാണ് ഞാൻ ഇത് തന്നെ എടുത്തിട്ടത് കേട്ടോ. അപ്പോൾ ചേച്ചിയുടെ അടുത്ത് ഞാൻ പറയുവാണ്, അവൾ എന്നെ കൊണ്ട് മാറ്റിച്ചതാണ് ചേച്ചിന്ന്. അപ്പോൾ അവിടെ ചേച്ചിയുടെ വീട്ടിൽ ബർത്ത്ഡേക്ക് പോയപ്പോഴും ഞാൻ ഈ ഡ്രസ്സാണ് ഇട്ടത്. അതിനാണ് ചോദിച്ചത്, ഇതെവിടെയോ കണ്ട് പരിചയമുണ്ടല്ലോ എന്ന് പറഞ്ഞതാണ്. അപ്പോൾ അങ്ങനെ അവരോട് എല്ലാവരോടും കാര്യമൊക്കെ പറഞ്ഞുകൊണ്ട് ഇന്ന് ദാസേട്ടൻ വ്ളോഗിന് ഇൻട്രോ ഒക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് നീതു ചേച്ചി, അരുൺ ചേട്ടനും കാത്തും എല്ലാം കൂടെ വന്നിട്ടുണ്ടായിരുന്നു. കല്ലു വന്നിട്ടില്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവരെല്ലാവരും എന്തിനൊക്കെ ചോദിച്ചു. പിന്നെ ഞാൻ നേരെ പോയി വെള്ളമെല്ലാം എല്ലാവർക്കും എടുക്കുമായിരുന്നു. തങ്കച്ചേപ്പം എടുത്തുകൊണ്ട് കൊടുത്തേ എല്ലാവർക്കും. അപ്പോഴേക്ക് രാജുകൊച്ചനും കുഞ്ഞമ്മയും പിന്നെ ചിഞ്ചുവേച്ചും ചിക്കും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും ഫാമിലിയായിട്ട് തന്നെ വന്നിട്ടുണ്ടായിരുന്നു. വിളിച്ചപ്പോൾ എല്ലാവരും വന്നു, വളരെ സന്തോഷം. അങ്ങനെ നമ്മൾ ബർത്ത്ഡേ ഫംഗ്ഷനായിട്ട് വിളിക്കാനിരുന്നതല്ല. അപ്പോൾ എല്ലാവരും കൂടെ കൂടുന്നെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ബർത്ത്ഡേ ആയതുകൊണ്ട് ഇവിടെ കൂടാവുന്ന എല്ലാവരും കൂടെ എടുത്ത തീരുമാനമായിരുന്നു. അങ്ങനെ വന്നതാണ്. എല്ലാവരും വന്നതിൽ ഒരുപാട് സന്തോഷം ഉണ്ടായിരുന്നേ. അപ്പോൾ ശ്രീമോൻ പകലൊന്നും ഉറങ്ങാത്തത് കൊണ്ട് ഈ സമയം ആയപ്പോഴത്തേക്ക് അവനങ്ങ് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. ഏട്ടൻ്റെ കയ്യിലിരുന്നങ്ങ് ഉറങ്ങുകയും ചെയ്തു. അത് കഴിഞ്ഞ് ഇവർ വന്നപ്പോഴത്തേക്ക് ഉണർന്നപ്പോഴത്തേക്ക് ഭയങ്കര മൂശാട്ടമായിരുന്നു, ഉറക്കം മതിയായില്ല. അതുകൊണ്ടാണ് കുഞ്ഞിനെ ഒരു മൂഡ് ഓഫ് ആയിട്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ അവൻ്റെ മുഖമൊക്കെ കഴുകിയിട്ട് ഡ്രസ്സൊക്കെ എനിക്ക് മാറാമെന്നും പറഞ്ഞുകൊണ്ട് ഞാനിങ്ങനെ നടക്കുവാണ്. പിള്ളേർ നമ്മുടെ കയ്യിൽ തിരിഞ്ഞിരുന്ന് കഴിഞ്ഞാൽ പിന്നെ ഒന്നും നടക്കത്തില്ല. പൊടിവാവയാണെങ്കിലും അല്ല സുന്ദരിയായിട്ട് ഒരുങ്ങി കിടന്നതാണ്. അപ്പോൾ ഞാൻ ഒരുക്കിയാൽ മതി, ഞാൻ കുളിപ്പിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞ് ഞാൻ കുളിപ്പിച്ച് റെഡിയായി കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ശ്രീമോനെ ഇനിയും വിളിക്കേണ്ട, ശ്രീമോൻ ഉറങ്ങിക്കോട്ടെ, ഞാൻ കേക്ക് കട്ട് ചെയ്യാമെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നേ പൊടിവാവ. അത് കഴിഞ്ഞ് പൊടിവാവയെ ഉറങ്ങി ഇവരെല്ലാവരും കൂടെ വന്നു കഴിഞ്ഞപ്പോൾ സംസാരം കേട്ടാണെങ്കിൽ ഉണർന്നപ്പോൾ അവളും അങ്ങ് മൂശാട്ടയിലായിരുന്നു. അപ്പോഴത്തേക്ക് നമ്മുടെ അഞ്ചു വന്നു. കേക്ക് പിന്നെ നമ്മുടെ അഞ്ചുവാണ് ഉണ്ടാക്കിയത്. 3 കിലോയുടെ കേക്കായിരുന്നു. ആനിമൽസിൻ്റെ തീം മതിയെന്ന് ഞാൻ പറഞ്ഞതാണ് കേട്ടോ. എല്ലാ വട്ടം കുറേ കപ്പ് കേക്കും പിന്നെ വേറെ കുറേ ലോലിപ്പോപ്പ് അതും ഇതും എല്ലാം വാങ്ങിക്കും. അതെല്ലാം വേസ്റ്റാക്കി കളയത്തേ ഉള്ളൂ. കാണുന്നില്ല ആരും. എല്ലാവരും എടുക്കുന്നു, പക്ഷേ കഴിക്കുന്നില്ല. അപ്പോൾ പിന്നെ എന്തിനാ വെറുതെ അതൊന്നും വേണ്ടാന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ സാധാ ഒരു കേക്ക് മാത്രമേ പറഞ്ഞുള്ളൂ. പിന്നെ മുട്ടായും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് വാനിലയാണ് പറഞ്ഞിട്ടുള്ളത്. 3 കിലോ വാങ്ങിച്ചു. അപ്പോൾ ശ്രീമോൻ ഈ ആനിമൽസ് ഇഷ്ടമായതുകൊണ്ടാണ് ആനിമൽസിൻ്റെ തീം വെച്ചാൽ മതി എന്ന് പറഞ്ഞത്. അപ്പോൾ കേക്ക് കട്ട് ചെയ്യാൻ സമയം ആയപ്പോഴത്തേക്ക് അച്ചുവിനെ കാണുന്നില്ല. അച്ചു കുളിക്കാനായിട്ട് കയറി. പിന്നെ അച്ചു കുളിച്ചിട്ട് ഇറങ്ങുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വന്നു കേട്ടോ. അത് കഴിഞ്ഞ് അച്ചു വന്നതിന് ശേഷമാണ് കേക്ക് കട്ട് ചെയ്തത്. എൻ്റെ ഭാഗത്തുനിന്ന് അച്ചു മാത്രമേ ഉള്ളായിരുന്നു. നമ്മൾ പറഞ്ഞില്ല, എല്ലാവരെയും വിളിച്ച് നടത്താനും തീരുമാനിച്ചല്ലായിരുന്നു. എല്ലാവരും കൂടെ കൂടുമെന്ന് പറഞ്ഞപ്പോൾ നമുക്കൊരു സന്തോഷം. അങ്ങനെ എല്ലാവരും കൂടെ കൂടി, അത്രയേ ഉള്ളൂ. അതുകൊണ്ടാണ് അച്ചു മാത്രം വന്നത്. ഞാൻ അവിടെ പത്തനംതിട്ട വേറെ ആരടുത്തും പറഞ്ഞിട്ടില്ലായിരുന്നു ബർത്ത്ഡേ. അങ്ങനെ പിന്നെ എല്ലാം കൊച്ചു പിള്ളേരല്ലേ, എല്ലാവർക്കും കേക്ക് കട്ട് ചെയ്യാൻ ഇഷ്ടമാണല്ലോ. അങ്ങനെ നമ്മളെല്ലാവരെയും കൊണ്ടും കേക്ക് കട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. പൊടിവാവ നേരത്തെ പറയുന്നുണ്ടായിരുന്നു കേക്ക് കട്ട് ചെയ്യുന്ന ഞാനാണ്, അതുകൊണ്ട് എനിക്ക് പുതിയ ഡ്രസ്സൊക്കെ വേണമെന്ന് പറഞ്ഞ് ചേച്ചിയെ കൊണ്ട് ഡ്രസ്സൊക്കെ എടുപ്പിച്ചുകൊണ്ടൊക്കെയാണ് വന്നത്. അങ്ങനെ ഞാൻ ഓരോരുത്തരെയും കൊണ്ടും കേക്ക് കട്ട് ചെയ്യിക്കും. അപ്പോൾ നന്ദൂട്ടൻ വന്നു. നന്ദൂട്ടനെ പൊടിവാവയെന്ന് വിളിച്ചാൽ മതി എന്ന് പറഞ്ഞപ്പോൾ ഹാപ്പി ബർത്ത്ഡേ പൊടിവാവയെന്നാണ് എല്ലാവരും പാടിയതൊക്കെ. അത് കഴിഞ്ഞ് പിള്ളേരെയും കൊണ്ടെല്ലാം കേക്ക് കട്ട് ചെയ്യിച്ച് കാശിയും തുമ്പിയും കൂടാണ് കേക്ക് കട്ട് ചെയ്യാനായിട്ട് നിന്നത്. അപ്പോഴത്തേക്ക് ഞാനാണെങ്കിൽ പറഞ്ഞു, ഇവർ കട്ട് ചെയ്തിട്ട് മാറിയിട്ട് വേണം എല്ലാവർക്കും കേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ എല്ലാവരും ഗിഫ്റ്റ് കൊടുക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ഞാനാണെങ്കിൽ കേക്ക് കട്ട് ചെയ്ത് മര തുടങ്ങി. അപ്പോൾ മണ്ടേ വെച്ചിരുന്ന പ്രിൻ്റ് എടുത്ത് വെച്ചിരുന്നതായിരുന്നു കേട്ടോ ആനിമൽസിൻ്റെ. അപ്പോൾ അത് നമ്മൾ ആദ്യം അങ്ങ് മാറ്റി, അല്ലെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്യുന്ന ഉടനെ പാടല്ലേ, അതുകൊണ്ട് അങ്ങനെ ഞാനാണെങ്കിൽ കേക്ക് കട്ട് ചെയ്യാൻ തുടങ്ങുകയാണ്. അപ്പോൾ അഞ്ചുവാണെങ്കിൽ ആദ്യം ബാറ്റും ബോളും കൊണ്ട് കൊടുത്തത്. ഇനി നീ എവിടെയാണെന്ന് വെച്ചാൽ അറിഞ്ഞോ പറഞ്ഞോ, നീ അടിച്ചോ പിടിച്ചോ എന്നൊക്കെ പറഞ്ഞാൽ അവൾ കൊണ്ട് കൊടുത്തത്. ഞാൻ പറഞ്ഞു, ഒന്നാമതേ നാശനഷ്ടം, ഇനിയും ബാറ്റും ബോളും കൂടെ ആകുമ്പോൾ ഇനിയും പറയണ്ട, ഇനി അടുത്ത ടി വി വാങ്ങിക്കേണ്ടി വരുമോ എന്നൊക്കെ ഞങ്ങൾ പറയുകയും ചെയ്തു. പിന്നാണ് മെയിൻ പരിപാടിയിലോട്ട് കടന്നത്. എല്ലാവരും ഗിഫ്റ്റ് കൊണ്ടാണ് വന്നത്. ഗിഫ്റ്റ് വേണ്ടാന്ന് പറഞ്ഞാൽ പോലും എല്ലാവരും ഗിഫ്റ്റുമായിട്ടാണ് വന്നത്. അപ്പം ഓരോരുത്തരും ഗിഫ്റ്റ് കൊടുക്കുന്നു. ശ്രീമോൻ എന്ത് രസമായിട്ടാണ് നിന്ന് എല്ലാവരുടെ കയ്യിൽ നിന്ന് ഗിഫ്റ്റും വാങ്ങിക്കുന്നുണ്ട്. എല്ലാവരും കേക്ക് കൊടുക്കുന്നതും കഴിക്കുന്നുണ്ട്. അപ്പോൾ അച്ഛൻ ഇത് ഭയങ്കര ഒരു അതിശയമായിപ്പോയി. എല്ലാവരും കേക്ക് കൊടുത്തപ്പോഴും ശ്രീമോൻ വാ തുറന്നത് വാങ്ങിച്ചല്ലോ, അവനല്ലെങ്കിൽ വേണ്ടാന്ന് പറയുമോ അല്ലെങ്കിൽ കരയുമോ ഒന്നും ചെയ്തില്ല. എല്ലാ ഗിഫ്റ്റും എൻ്റെ കുഞ്ഞ് നല്ല സന്തോഷത്തോടെ നിന്ന് വാങ്ങിക്കുന്നുണ്ടായിരുന്നേ. കേക്ക് കട്ടിങ് ഒക്കെ ആയപ്പോഴത്തേക്ക് അങ്ങ് ഉഷാറായിട്ടുണ്ടായിരുന്നു. അവൻ അതുവരെ ഭയങ്കര മുഷാട്ടയിൽ നിന്നതാണ്. പക്ഷേ അച്ചുമാമൻ എന്തായാലും കേക്ക് കട്ട് ചെയ്യുന്ന ആ സമയത്ത് വീഡിയോ എടുത്തുകൊണ്ടിരുന്ന ഫോട്ടോ എടുത്തെല്ലാം അവനായിരുന്നേ, അല്ലാതെ വേറെ ഒരു വീഡിയോയിലും ഇല്ല.
ഇതാണ് എല്ലാത്തിനും തുടക്കം. ഇപ്പം ചേച്ചി പറഞ്ഞില്ലേ, എല്ലാവരും ശ്രീമോൻ്റെ വായി വെച്ച് കൊടുക്കുന്നു, അതിൻ്റെ കൂട്ടത്തിൽ എൻ്റെ വായിലൂടെ വെച്ച് തന്നോളാൻ പറഞ്ഞു. അതിൻ്റെ കൂട്ടത്തിൽ ചേച്ചി മുഖത്തൊന്ന് കേക്ക് തേച്ചും പോയി. അവിടെ തുടങ്ങിയല്ല. അപ്പോഴത്തേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരുടെ മുഖത്ത് തേക്കാനും എടുക്കാനും തുടങ്ങി. അപ്പം ഞാനിതൊന്നും അറിയുന്നില്ല, ഇത് എവിടുന്ന് തുടങ്ങി എങ്ങനെ തുടങ്ങിയെന്ന്. പിന്നെ ചേച്ചിയോട് ചോദിച്ചപ്പോഴാണ് ചേച്ചി പറയുന്നത് എൻ്റെ മുഖത്ത് തേച്ച് തുടങ്ങിയതാണെന്നുള്ളത് പറയുന്നത്. പിന്നെ ഞാൻ ഈ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ചേച്ചിയുടെ വായി വെച്ച് കൊടുത്തിട്ടാണ് പിന്നെ തേച്ച് തുടങ്ങിയിട്ടുള്ളത്. പിന്നെ അവിടെ നിന്നാൽ ചെറുതെന്നോ വലുതെന്നോ ഒന്നുമില്ല, ഒരു പ്രായപരിധി ഇല്ലാതെ എല്ലാവരും ഓടി നടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം കേക്ക് തേക്കുന്നുണ്ടായിരുന്നു. ഈ വീഡിയോസ് എല്ലാം എടുത്ത് തന്നെ ലച്ചുമോളാണ് കേട്ടോ, അവൾക്ക് ഈ കൊടുക്കണം ഇതിനുള്ള ക്രെഡിറ്റ്. അവളാണെങ്കിൽ എല്ലാവരുടെയും പുറകെ ഓടി നടന്ന് എല്ലാ കാര്യങ്ങളും അവൾ ഷൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ഇത് ഷൂട്ട് ചെയ്തില്ലെങ്കിൽ ഉറപ്പായിട്ടും എനിക്ക് ഈ വീഡിയോസ് ഒന്നും കിട്ടത്തില്ല. വേറെ ആരും ഇങ്ങനെ ചെയ്തില്ല. ഇപ്പോൾ അച്ചുവിൻ്റെ കൈ കൊടുത്താൽ പറഞ്ഞെന്ന് പോലും അച്ചു ആണെങ്കിൽ ഇങ്ങനെ ഒന്നും ഓടി നടന്ന് വീഡിയോ എടുക്കത്തോ പിടിക്കത്തോ ഇല്ല. ഇത്ര ആൾക്കാരെ കാണുമ്പോൾ അവൻ ഒതുങ്ങി എവിടെയെങ്കിലും ഇരിക്കത്തതേ ഉള്ളൂ. ലച്ചു ആയതുകൊണ്ട് എല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ഉണ്ടോ ഇല്ലയോ എന്ന് പോലും എനിക്കറിയത്തില്ലായിരുന്നേ. രാത്രി കിടന്നതിന് ശേഷം ഞാൻ വീഡിയോ നോക്കിയപ്പോഴാണ് ഞാൻ കാണുന്നത് ഈ വീഡിയോസ് എല്ലാം അവൾ എടുത്തിട്ടുള്ളത്. അതുപോലെ നമ്മുടെ ഈ റോഡിൽ കാണിക്കുന്ന കുറച്ച് വീഡിയോസ് ഉണ്ട് കേട്ടോ. അതൊക്കെ ഞാൻ ഓർക്കുന്നു അവിടെ ഇരിക്കുന്നവരെല്ലാം ശ്രദ്ധിക്കുന്നുണ്ട് ഇവിടെ എന്ത് പരിപാടി എന്ന് കേട്ടോ. അപ്പോൾ ഈ വീഡിയോയിൽ ഇത് കാണാനും ഉണ്ട്. അപ്പോൾ ഇവർ അച്ഛനും മോളും കൂടെ ഓടി കേക്ക് തേക്കാൻ വേണ്ടി പോകും. അവിടെ ഇരിക്കുന്ന അമ്മച്ചിയൊക്കെ നോക്കുന്നു കേട്ടോ ഇവിടെ എന്തുവാ സംഭവം എന്നുള്ളത്. അങ്ങനെ കൊച്ചസിൻ്റെ മുഖത്തും എല്ലാവരുടെ മുഖത്തും ക്രീം തേച്ചിട്ടുണ്ടായിരുന്നു. ആരെയും വെറുതെ വിട്ടിട്ടില്ല കേട്ടോ, ആരെയും എല്ലാവരുടെയും മുഖത്ത് തേച്ചു. പക്ഷേ ഇതൊക്കെ ഒരു സന്തോഷമല്ലേ. ഇതൊക്കെ ആയപ്പോഴത്തേക്കാണ് എനർജി ആയത്. അതുവരെ എല്ലാവരും അവിടെ എവിടെയൊക്കെ ഇരിക്കുകയും കാര്യം പറയുകയും എടുക്കുകയും ചെയ്താണ്. കേക്ക് കട്ടിങ്ങും ഈ തേപ്പും തുടങ്ങിയപ്പോഴത്തേക്ക് എല്ലാവരും എനർജിയായി, എല്ലാവരും ചാട്ടവും മറിച്ചിലായി. അരുൺ ചേട്ടനാണെങ്കിൽ ഒരു സൈഡിലോട്ട് മാറിയിരുന്നതാണ് മുഖത്ത് തേക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ അരുൺ ചേട്ടനെ വെറുതെ വിട്ടില്ലെന്ന് തോന്നുന്നു, അരുൺ ചേട്ടൻ്റെ മുഖത്ത് തേച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് പറഞ്ഞു ഇപ്പോൾ ഫുഡ് എടുക്കണ്ട, എല്ലാവർക്കും ഡാൻസ് കളിക്കണം, അത് കഴിഞ്ഞിട്ട് മതിയെന്ന് പറഞ്ഞു. പക്ഷേ പാട്ട് നോക്കി 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 ഒന്നും അത്രയും അങ്ങോട്ട് ഇഷ്ടമുള്ള പാട്ട് കിട്ടിയില്ല കേട്ടോ. അതാണ് മെയിൻ കാര്യം. പിന്നെ പിള്ളേർ ഏത് പാട്ട് കേട്ടാലും തുള്ളുമല്ലോ. നമ്മൾ ഡാൻസൊക്കെ തുടങ്ങിയപ്പോഴത്തേക്ക് നമ്മുടെ ദേവും ബിനുചേട്ടനും പിള്ളേരും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം എല്ലാവരും വന്നതിൽ ഒരുപാട് സന്തോഷം. നമ്മുടെ ശ്രുതിയൊക്കെ ലാസ്റ്റാണ് കേട്ടോ വന്നത്. നമുക്കൊരു ഹോസ്പിറ്റൽ കേസ് ഉള്ളതുകൊണ്ട് അവൾ അവസാനമാണ് വന്നത് കേട്ടോ. അതുകൊണ്ട് ഈ സമയത്തൊന്നും അവിടെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. എല്ലാവരും നല്ല എനർജിക്ക് പിള്ളേരെല്ലാം നല്ല ഡാൻസ് ആയിരുന്നു. കൺമണി കിങ്ങിണിയൊക്കെ നല്ലതായിട്ട് ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു. ശ്രീമോനാണെങ്കിലും എല്ലാവരും കളിക്കുന്ന കണ്ടപ്പോഴത്തേക്ക് എനർജി കയറി എല്ലാവരും ഡാൻസ് കളിയായി. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് വിശപ്പിൻ്റെ വിളി വന്നു കേട്ടോ. ഇത്രയും ഡാൻസൊക്കെ കളിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാവർക്കും ക്ഷീണമായി. അങ്ങനെ ഓരോരുത്തരായിട്ട് ഫുഡ് അവിടെ ഇരുന്ന് നമുക്കൊരു 6 പേർക്ക് ഡൈനിങ് ടേബിളിൽ അവിടെ ഇരുന്ന് കഴിക്കാൻ പറ്റത്തുള്ളൂ. അത് 6 പേര് കഴിച്ച് വരുമ്പോഴത്തേക്ക് ഒരു സമയമാവും. നമ്മുടെ കുടുംബക്കാരല്ല, നമ്മുടെ ആൾക്കാരല്ലേ ഉള്ളൂ, ഒരിതും ഇല്ല. നമ്മൾ ബൊഫേ പോലെ എല്ലാം വാങ്ങിച്ചുകൊണ്ട് പോയി ഓരോരുത്തർക്കും ഇഷ്ടമുള്ള സ്ഥലങ്ങളിലിരുന്ന് എല്ലാവരും കഴിച്ചു. മെയിനായിട്ട് ചൂടാണ് കേട്ടോ, ചൂട് സഹിക്കാൻ വയ്യ. അകത്ത് എത്രയെന്നും പറഞ്ഞ് തിങ്ങി നിറഞ്ഞ് നിൽക്കുന്നത്. അങ്ങനെ എല്ലാവരും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇരുന്ന് ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞ് അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഓരോരുത്തരായിട്ട് പോയി തുടങ്ങി കേട്ടോ. ഓരോരോ വണ്ടികൾ ഇറങ്ങുവാണ്. ചിഞ്ചേച്ചി ഫാമിലി എല്ലാവരുമായിട്ട് പോകാനായിട്ട് ഇറങ്ങുവാണ്. അപ്പോൾ കൊച്ചനും കുഞ്ഞമ്മ എല്ലാം കാറിലാണ് വന്ന് അവരെല്ലാവരും കൂടെ പോകാനായിട്ട് ഇറങ്ങി. ചിക്കും മനുഷ്യരുടെ വീട്ടിലുണ്ടായിരുന്നു. ബാക്കിയുള്ളവരെല്ലാം കാറിൽ കയറിയിട്ടുണ്ട്. എല്ലാവരും ടാറ്റയൊക്കെ പറഞ്ഞ് പോവാണ്. നന്ദോട്ടിനൊക്കെ ടാറ്റ പറഞ്ഞ് പോവാണ്. എല്ലാവരും നല്ല എനർജി ആയിരുന്നു. എല്ലാവർക്കും സന്തോഷമായി. എല്ലാവരും നല്ലതായിട്ട് പോകുന്നുണ്ട്. തുമ്പിയും കയറി പോയിട്ടുണ്ട്. അപ്പോൾ ഓരോരുത്തർ പോകുമ്പോഴും ശ്രീമോൻ്റെ മുഖത്തൊരു വിഷമമാണ്. ഇത്രയും നേരം എല്ലാവരും ഉണ്ടായിരുന്നല്ലോ, പോകുമ്പോൾ ഓരോരുത്തരായിട്ട് പോകുന്നു, അതാണ് പറഞ്ഞുകൊണ്ട് നിൽക്കുന്നത്. പിന്നെ മനുഷ്യനും ചിക്കും കൂടെ പോകാൻ ഇറങ്ങി. അപ്പോഴത്തേക്ക് ഓരോരുത്തർ പോകാനായിട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ അവർ പോകുന്നതിന് മുമ്പായിട്ട് അരുൺ ചേട്ടനും നീതു ചേച്ചിയൊക്കെ പോയിട്ടുണ്ടായിരുന്നു. കല്യാണി വരാത്തതുകൊണ്ട് എനിക്കൊരു വിഷമമുണ്ട് കേട്ടോ. അവൾ വന്നായിരുന്നെങ്കിൽ പിന്നെ ഇവരുടെ കൂടെ എല്ലാം നല്ലതായിട്ട് നിന്നേനെ. അപ്പം ഞാൻ വീഡിയോ എടുക്കുന്നതിനാണ് ചിക്കു പറഞ്ഞിട്ടൊക്കെ എടുക്കണ്ടേന്ന് പറഞ്ഞാൽ മുടിയൊക്കെ അഴിച്ചിട്ടതാണ് കേട്ടോ വീഡിയോ ആയിട്ട് മുടി കെട്ടി വെച്ചേക്കുന്നത് വേണ്ടാന്നും പറഞ്ഞിട്ട്. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ആയൂട്ടൻ അവിടെ നിൽക്കുന്നുണ്ട്. ആയൂട്ടൻ പോയില്ല. ആയൂട്ടൻ ഇവരെല്ലാവരും പോകുന്നതിന് യാത്രയാക്കാൻ വേണ്ടി വെളിയിലോട്ട് നിന്നാണ്. അപ്പോഴത്തെ വി ചേച്ചി മുകേഷ് ചേട്ടനും എല്ലാവരുമായിട്ട് ഇറങ്ങി. നമ്മുടെ സി ചേച്ചിയൊക്കെ നേരത്തെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവർ പോയത് ഞാൻ കണ്ടില്ല. ചേച്ചിക്ക് പിരിവ് എന്തോ ഉണ്ടായിരുന്നു, അതുകൊണ്ട് ചേച്ചി നേരത്തെ പോയി. നമ്മുടെ ഷേതയും മണിക്കൂട്ടിനും ഉണ്ടായിരുന്നു. അതെല്ലാം നമ്മുടെ മുകേഷ് ചേട്ടൻ്റെ കൂടെയാണ് പോയത്. അപ്പോൾ ശ്രീമോനാണെങ്കിൽ ടാറ്റ അറിവാണ്. കൊച്ചൻ പോകുന്നതിന് കൊച്ചൻ്റെ കൂടെ പോകാൻ വേണ്ടി ടാറ്റ കൊടുത്തുകൊണ്ട് നിൽക്കുവാണ്. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ശ്യാം ചേട്ടനും സച്ചുവേട്ടനും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. ഇവരെല്ലാവരും പോകുന്നതിന് മുമ്പായിട്ട് വന്നിട്ടുണ്ട്. എല്ലാവരും അല്ല, കുറച്ച് പേര് പോയി കഴിഞ്ഞപ്പോഴത്തേക്കാണ് ശ്യാം ചേട്ടനൊക്കെ വന്നത്. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അമ്മയും ചേച്ചി എല്ലാം കൂടെ പോകാനായിട്ട് ഇറങ്ങി. പൊടിവാവ് പോകുന്നില്ലെന്നും പറഞ്ഞ് തട്ടിന് നിൽക്കുവാണ് കേട്ടോ. പൊടിവാവയാണെങ്കിൽ ലാസ്റ്റ് കുഞ്ഞ് കരഞ്ഞ് വിളിച്ചാണ് പോയത്. വീട് വരെ കരഞ്ഞെന്ന് പറയുന്നു. കുഞ്ഞാണെങ്കിൽ പോകുന്നില്ലെന്നും പറഞ്ഞുകൊണ്ട് അതിന് നിൽക്കുമായിരുന്നു. അങ്ങനെ അവർ പോയി. എല്ലാവരും പോയതിന് ശേഷം ശ്യാം ചേട്ടൻ പോകുന്നില്ല. അതിന് മുമ്പായിട്ട് ശ്രുതിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നേ.
അപ്പം എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് എല്ലാവരും ടാറ്റയൊക്കെ പറഞ്ഞ് പോവുകയാണ്. ലക്കിക്കും എന്തോ ഒരു മൂഡ് ഓഫ് ഉണ്ട്, അതുകൊണ്ട് പഴയ പോലെ ഒരു എനർജിയിൽ നിന്നില്ല. എങ്കിലും എല്ലാവരും കൂടെ കണ്ടതിൻ്റെ ഒരു സന്തോഷം കുഞ്ഞിനും ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അവർ യാത്രയായി. രാത്രി ആയതുകൊണ്ട് അവർ ഒരുപാട് സമയം നിന്നൊന്നുമില്ല കേട്ടോ. അവർക്ക് ഹോസ്പിറ്റൽ കേസ് ആയതുകൊണ്ട് അവിടെയൊക്കെ പോയിട്ടാണ് അവൾ വന്നത്. അതുകൊണ്ടാണ് ഈ സമയത്തൊക്കെ വരാൻ പറ്റിയത്. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് കയറി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. നമ്മുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ അടിപൊളിയായിട്ട് നടന്നു. എല്ലാവരും വന്ന് സഹകരിച്ച് എനിക്ക് ഒരുപാട് സന്തോഷമായി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, സപ്പോർട്ട് ചെയ്യുക. ടാറ്റാ, ബൈ ബൈ, സീ യു.